ഹായ് ഗൈസ്. ഹായ് ഗൈസ്. ഹായ് ഗൈസ്. അപ്പൊ അപ്പൂന്ന് തുടങ്ങി അഭിപ്രായം എമ്പുരാന്റെ. എല്ലാവർക്കും അറിയുന്ന പോലെ എല്ലാരും എമ്പുരാൻ കണ്ടു ഫസ്റ്റ് ഡേ. ഓക്കെ, ആദ്യത്തെ ദിവസം തന്നെ എല്ലാരും കണ്ടു. ആദ്യത്തെ ദിവസം തന്നെ എല്ലാരും കണ്ടു. ഞാൻ നമ്മൾ എത്ര കേട്ടോ ഈ രാത്രി ആദ്യത്തെ ഷോ അല്ല ആദ്യം കണ്ടു. 11 മണി, 1 മണി, 8 മണി, 11 മണി. ഓക്കെ, അപ്പൊ എല്ലാരും റിവ്യൂ ഒക്കെ വന്നു. മാസില് ചെല്ലേ. അപ്പൊ അഭിപ്രായം പറഞ്ഞോടിയിരിക്കും. നീ തുടങ്ങിക്കോ. ജെന്വിന് അഭിപ്രായം എനിക്ക് കാശൊന്നായിരുന്നില്ല. പുള്ളി ലാലേട്ടൻ ഫാൻസാണ് കേട്ടോ. അതേപോലെ പടം നല്ലൊരു പടമാണ്. നല്ലൊരു ശരിക്കും നീ എന്റെ മുഖത്ത് വെച്ച് പറഞ്ഞോ? അങ്ങനെയില്ല. പടത്തിന് എന്തൊരു ചെറിയൊരു കുറവുള്ള പോലെ തോന്നിയായിരുന്നു. പടം എടുത്തു വെച്ചൊക്കെ എല്ലാം മേക്കിങ്ങും ബാക്കിയെല്ലാം കാണിക്കും, എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഫുള്ള് പടം കണ്ടു കഴിഞ്ഞപ്പോ എന്തൊക്കെയോ ഒരു വാവ് ഉണ്ട്, പക്ഷെ എന്തൊക്കെ ഒരു മിസ്സിങ് ഉണ്ട് അതിന്റെ ഉള്ളില്. വേറെ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് എല്ലാരും പറഞ്ഞു. പിന്നെ ആള് നമ്മള് എക്സ്പെക്ട് ചെയ്തത് മറ്റേതല്ലോ, ഇന്റർവ്യൂസ് കണ്ടപ്പോ മറ്റേ മുണ്ട് മടക്കിട്ട് അങ്ങനത്തെ ആയിരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ എനിക്ക് പേഴ്സണലി അത് മേക്കിംഗ് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു. സംഭവം എന്താ കഴിഞ്ഞാല് ലൈക് പടം കഴിയുമ്പോ ഞാൻ 50 കോടി ക്ലബിൽ കയറിയില്ല, 3 GB കയറിയില്ല. ആദ്യം ആ ഒരു എക്സ്പ്രഷൻ വെച്ച് പോയിട്ട് എന്തൊക്കെയോ അതിന്റെ കുറച്ച് ലാക്കിങ് ഉണ്ടായിരുന്നു. ബട്ട് ഒന്നും കുറ്റം പറയാനില്ല അതില്, നമുക്കൊന്നും കുറ്റം പറയാനില്ല. പടം കംപ്ലീറ്റഡ് ആണ്. ഇപ്പോ ക്രിയേഷൻ ആയത് പൃഥ്വിരാജിന്റെ എല്ലാ കാര്യങ്ങളും ഓവറോൾ സോങ്സ് ലാസ്റ്റത്തെ മോഹൻലാലിന്റെ മോന് പ്രണവ് മോഹൻലാൽ. ഓക്കെ, ഇനി എന്റെ പറയട്ടെ കഴിഞ്ഞു നിങ്ങളെ. എനിക്ക് ഞാൻ പറയണ എന്റെ പറയണ് പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. ലാലേട്ടന് തിരിച്ചു അത് കണ്ടു നോക്കൂ, അതില് സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്ത് എല്ലാം പക്കയായിരുന്നു. ലൂസിഫറിത്തെ മാസ് ഇതേപോലെ തന്നെയായിരുന്നു. സാധാ സിനിമകളിലാണ് മറ്റേ പൊളിമാസ് സംഭവം അല്ലല്ലോ, സ്റ്റാൻഡേർഡ് ക്ലാസ് സംഭവല്ലേ അതാണ്. പക്ഷെ ബിജിഎമ്മിന്റെ തോന്നാം ചെറിയൊരു എന്തോ ഒരു കുറവ് പോലെ ബോളിവുഡ് ഹിന്ദി പടല്ല. ഒരു അത് ബോധം പോയി ശരിക്കും. ഒരു ഷോട്ട് പോലെ ഭംഗിയിലെത്തില്ലേ, എല്ലാം പക്കാ കുറ്റം പറയാന്നില്ല. പക്ഷെ ഒരു കഴിഞ്ഞിറങ്ങുമ്പോ ഒരു എന്നിട്ട് പറയാ ഇന്റെ എനർജി അത് ഫുൾ ഓഫ് മോഹൻലാൽ എനർജിയാണ്. ഒട്ടും തോന്നിയില്ല. അതുള്ള കാര്യം പിന്നെ ഓരോ സീൻസ് ഇടയിൽ വെച്ചതാണെങ്കിലും ഓവറാക്കിയ കഥ കൊണ്ടുപോയില്ല. പക്ക ആവശ്യമുള്ള മാത്രം കാട്ടിയുള്ളൂ. 3 മണിക്കൂർ ഒരു വർഷമായിട്ട് തോന്നില്ല. പക്ഷെ ബിജിഎമ്മിന്റെ ഭാഗത്തുനിന്ന് എന്തോ ഒരു ജീവൻ ചില ഭാഗത്തുള്ള ബിജിഎം അടിപൊളിയായിട്ടുണ്ട്. മോഹൻലാൽ ഇൻട്രോ സമയത്തൊക്കെ നമുക്ക്
ഇത് കിട്ടാത്തതല്ലേ. പക്ഷെ അതൊക്കെ അടിപൊളി. ഭയങ്കര തിരക്കോടിയുള്ള ബഹളം. അത് എന്താ പറയണത് അത് പിന്നെ എന്താ പറയില്ല. മുൻപോട്ടെ കണ്ണാവ് മരിച്ചു മനസ്സിലായില്ലേ. പിന്നെ എന്തിനാ പറയാനുള്ള സിനിമ നമുക്ക് പൃഥ്വിരാജിനെ പറ്റി പറയണം. പൃഥ്വിരാജിനെ പറ്റി ഇങ്ങനെ പറയലില്ലോ. പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ പക്ക, പിന്നെ ആ വിഷൻ അടിപൊളിയായിട്ട് ആള് ചെയ്തു. പണ്ട് പറഞ്ഞ കാര്യം ആള് സെറ്റാക്കി. ആള് കാരണം മലയാള സിനിമ എവിടെയെങ്കിലൊക്കെ അറിയപ്പെടും, അത് ഉറപ്പാണ്. പടം പക്ഷെ മസ്റ്റ് വാച്ച് തിയേറ്റർ. അതന്നെ തിയേറ്ററിൽ എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും തിയേറ്ററിൽ കുറവുകളെന്ന് പറയാൻ അങ്ങനെ കുറവുകൾ ബിജിഎമ്മിന്റെ ഒരു അത് ഓരോരുത്തർ പെർസ്പെക്റ്റീവ് വെച്ചിട്ട് ഓരോരുത്തർ കുറവുകളില്ല. അപ്പൊ എന്തൊക്കെ നിങ്ങക്ക് എന്തൊക്കെ തോന്നിയാലും അത് കുറച്ച് തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുന്ന ഒരു സംഭവമാണ്. അതിനുള്ള ധൈര്യമുണ്ട്. അതിലുണ്ട്. പിന്നെന്തിട്ടാ പിന്നെ ബിജിഎമ്മിന്റെ കാര്യം ഇപ്പൊ നമ്മള് ഹോളിവുഡ് പടങ്ങൾ കാണുമ്പോ അതില് ബിജിഎം മെയിൻ ആയിട്ടല്ല നമുക്ക് ആ ഒരു ഇത് തോന്നണേ. എനിക്ക് തോന്നുന്നാണെന്ന് അറിയില്ല. അത് അല്ല ഹോളിവുഡ് സിനിമയിലൊക്കെ നീ പറയണുണ്ട് അങ്ങനെ. അതെ, ജസ്റ്റ് ഒരു മലയാള സിനിമയായിട്ട് ആൾക്കാര് ജസ്റ്റ് ഒരു മലയാള സിനിമ കണ്ടു പോകാറില്ലല്ലോ. അതൊരു വേറൊരു വിഷയം. ഇന്ന് വേറെ ആരും എടുക്കാത്ത രീതിയിലാണ് അവിടുത്തെ. മാത്രല്ല അയാളുള്ള ക്യാരക്ടേഴ്സ് ആയാലും മലയാളികൾ അതിപ്പോ മാത്രമല്ല സാധാരണ ഒരു മലയാളം പടമാണെങ്കിൽ ഇപ്പൊ ഒരു ഇംഗ്ലീഷുകാരനായിട്ടുമ്പോ അതൊരു മലയാളിയാകും, പക്ഷെ അത് ഇംഗ്ലീഷ് പറയാം. അങ്ങനെ ആയിരിക്കും പൊതുവെ. പക്ഷെ ഇതിലൊരു ലൈനക്കാരന്റെ ഇത് കാണിക്കുമ്പോ ഒരു ഇതാണ്. ഇതുണ്ടാവില്ല, ത്രൂ ഔട്ട് ഉണ്ടാവില്ല. അതന്നെ. ത്രൂ ഔട്ട് ഇംഗ്ലീഷുകാരനുണ്ട്, ഹിന്ദിക്കാരനുണ്ട്. സ്റ്റോറിയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ട സ്ഥാനവും കറക്റ്റ് ഉണ്ട്. പിന്നെ ബിജിഎമ്മിന് ഒരു കുറവ് അതന്നെ. അതിതൊരു മരിച്ചിട്ട് തിരിച്ചു വരുന്ന സംഭവം അതൊക്കെ പറയുന്നുണ്ടല്ലോ. ആദ്യം സ്പോയിലർ കണ്ടെത്തുന്നത്. പിന്നെ എന്തിനാ പറയുന്നത്, ഇത് നമ്മള് ഫേമസ് ആവുക ചിക്കനോ കഴിയുമ്പോൾ ചെയ്യണം. അല്ല ഇത് ഒന്നുകൂടി പടം കാണാനുണ്ട്. ഒന്നുകൂടി കാണാൻ പോണ്ട്. കാരണം എല്ലാരും ട്രെയിലർ കണ്ടപ്പോ ആദ്യത്തെ പിന്നെ എല്ലാരും ഞങ്ങൾ പട്ടികത്തെ കണ്ടേ. അപ്പൊ അവിടെ ഒക്കെ എനർജി ഉള്ള ആൾക്കാര് ഞങ്ങളായിരുന്നു. പുതിയൊരു വിഷയമാണ്. അതായിട്ട് ഇവൻ ഇവന്റെ ബോയ് ഫ്രണ്ടിന്റെ പിന്നെ ഇവൻ ഫ്രണ്ട്സിന്റെ കൂടെ. അപ്പൊ ഇനി നമ്മളെല്ലാരും കൂടി ഇവന്റെ അമ്മേനെയും കൊണ്ട് പോണുണ്ട്. അപ്പൊ അന്നൊരു വൈബ് കേറും. അല്ല വന്ന് കേറും. അന്ന് നമ്മൾ ഒരുമിച്ചാണ്. പിന്നെ കാഴ്ച ഇത്ര ഡീഗ്രേഡ് ചെയ്യാനുള്ളതില്ല. കാരണം ഒന്നാമത്തെ ഹൈപ്പിന്റെ പേരിലാണ് ഇത് വരുന്നത്. നിങ്ങളൊന്നുമില്ലാണ്ട് ആ പടം കാണും, ജസ്റ്റ് വാച്ച മൂവി അങ്ങനത്തെ ഒരു ഇതില് പോ. അല്ലാണ്ട് ഈ ഹൈപ്പ് നമുക്ക് അവര് കുറ്റം പറയാൻ പറ്റില്ല. അതന്നെ ഈ പടം സെറ്റ് ഒരു കുഴപ്പമില്ല. പക്ഷെ ഹൈപ്പ് കാണുമ്പോ സെറ്റ്. പക്ഷെ ഹൈപ്പ് കയറ്റി ആരും നമ്മൾ തന്നെയാണ് തെറ്റിയാര്. നമ്മൾ തന്നെയാണ് സ്വയം ഇതിൽ അവരുണ്ട് ഇവരുണ്ട് അങ്ങനെ ഉണ്ടാക്കിയത് അവര്. എന്നിട്ട് വിജയ് മമ്മൂട്ടി ഷാരൂഖാനുണ്ട്. അയ്യോ മറ്റേ മോഡൽ കട്ടുകളായതാണ്. മമ്മൂട്ടിയുടെ ക്യാമിയുണ്ട് മമ്മൂട്ടി. അപ്പൊ എന്തായാലും ഇനി ഞാൻ പറയില്ല. അപ്പൊ ഇത്രയുള്ള കൈസ് ഇതില് ഫേമസ് ആണെന്ന് വിചാരിക്കുന്നു. എല്ലാരും ഇഷ്ടപ്പെട്ടെങ്കിലും ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാ. നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും അതിന് ഫേമസ് ആക്കുക. എന്റെ പേര് ദേവദർശി. ഇത് എന്റെ ചാനലിലാണ് വീഡിയോ വരാൻ ചാൻസ്. എന്റെ ഫോൺ എന്റെ വീട് എന്റെ പേര് പ്രണവ്. ഞാനാണ് മെയിനായിട്ട് കണ്ടന്റ് ചൂസ് ചെയ്തത്. പൃഥ്വിലാൽ. ഞാൻ ശരിക്കും കേട്ടില്ല ഒന്ന് പറഞ്ഞേ. പൃഥ്വിലാൽ. ഞാനങ്ങോട്ടല്ല പേര് ഒന്നരാട്ടോ പറയണ. അപ്പൊ ഗൈസ് ലൈക്ക് ഒക്കെ പറയല്ലേ. ഓക്കെ ബൈ ഗൈസ്. ചെയ്തിട്ടുണ്ടോ?